ലഹരി മാഫിയ സംഘത്തെ അടിച്ചമർത്താൻ അതിർത്തികളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും പരിശോധന കർശനമാക്കി പോലീസും ഡാൻസ് ഓഫ് ടീമും. കിഴക്കൻ മലയോര മേഖല കേന്ദ്രീകരിച്ച ലഹരി മാഫിയ സംഘം പിടിമുറുക്കുന്നതായി കഴിഞ്ഞ ദിവസം വിസ്മയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രാത്രിയിൽ പുനലൂർ മുക്കടവിൽ നിന്നും ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. വാഹന പരിശോധനയ്ക്കിടെയാണ് 2 യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. ഇതിനിടെ ഡാൻസ് ഓഫ് ടീമിനെ വെട്ടിച്ച പ്രതികൾ കല്ലടയാറ്റിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. വഴിയാത്രക്കാരുടെ കൂടെ സഹായത്താൽ സാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൂടൽ പത്തിശ്ശേരി വിഷ്ണുവിലാസത്തിൽ വിഷ്ണു, കൂടൽ പോത്തുപാറ മലനട ദേവീക്ഷേത്രത്തിനു സമീപം കരമണ്ണിൽ ഹൌസിൽ ശബരീഷ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. പത്തനാപുരം മേഖലയിലേക്ക് കഞ്ചാവ് കൊണ്ടുവരികയായിരുന്നു ഇവർ. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് തെങ്കാശി പുനലൂർ മേഖലകളിൽ നിന്നും വ്യാപകമായി കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും എത്തിക്കുന്നത്. ടോർച്ച് ഉണ്ട്. വലിയ ടോർച്ച് അവിടെ. ഓക്കെ ചേട്ടാ മൊബൈൽ വാങ്ങിക്കോ. മൊബൈൽ ഫോൺ അത് എടുത്ത് എന്റെ മൊബൈൽ ഫോൺ ഏതാണ്? ഇരിപ്പുണ്ടോ? വേണ്ടിയാണോ അവർ ബാങ്കിന്റെ കൂടെ ബാക്കി പിടിയിലാകുന്ന പ്രതികളെ സംരക്ഷിക്കുവാൻ രഹസ്യമായി ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ഡാൻസ് ഓഫ് ടീം അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ലഹരി മാഫിയ സംഘത്തെ അടിച്ചമർത്തുവാൻ കഴിയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ന്യൂസ് ഡെസ്കിൽ ജിതും, റിജോ പത്തനാപുരം.